ബൈക്ക് യാത്രക്കാരായ യുവാക്കളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന വലിയ അപകടമാണ് തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ഉണ്ടായത്. മണിയൻപിള്ള രാജുവിൻ്റെ കാറ് അമിത വേഗത്തിലെത്തി ഈ ബൈക്കിനെ ഇടിച്ചു എന്നുള്ളതായിരുന്നു ആ യുവാക്കൾ ആദ്യം പറഞ്ഞിരുന്നത്. അതായിരുന്നു അവരുടെ പരാതി. അവിടെ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഒരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യമേ ഹോണടിച്ച് കയറി അടുത്തെത്താനായപ്പോൾ ഈ കാറ് പെട്ടെന്ന് നമ്മൾ ഇടിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള പേര് ദൂരെ തെറിച്ച് വീണ. ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒറ്റ പോക്ക് പോയി ആ ബൈക്ക്. നമ്മൾ കുറച്ചു നേരം റോഡിൽ കിടന്നു. അപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ കൂടി വന്നത്. ആ ബൈക്ക് വന്ന് ഈ കാറിൻ്റെ വലതുഭാഗത്ത് ഇടിച്ച ശേഷം ബൈക്ക് മുന്നോട്ടേക്കാണ് വന്ന് മറിഞ്ഞു വീഴുന്നത്. മുന്നോട്ടേക്ക് വന്ന് മറിഞ്ഞു വീണ് വലതുഭാഗത്തേക്കാണ് ഈ രണ്ട് യുവാക്കളും വീഴുന്നത്. അതിനുശേഷം ഈ വാഹനം തിരിഞ്ഞ് നേരെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് അവിടെ നിർത്തുന്നു. ആ വാഹനം വലിച്ചിഴച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ആരോപണം അത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ആ വാഹനത്തിൻ്റെ മുൻവശം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബമ്പറിൻ്റെ ഒരു വശം ഇങ്ങനെ താഴ്ന്ന് ആ റോഡിൽ കിടക്കുന്നതൊക്കെ തന്നെ കാണാം. അതിൻ്റെ ലോഗോയും അതോടൊപ്പം തന്നെ മുൻഭാഗത്തെ പല സ്ഥലങ്ങളും അവിടെയൊക്കെ ചെറിയ ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ ലൈറ്റ് എല്ലാം തകർന്ന് റോഡിൽ കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോഴും അത് അവിടെ തന്നെയാണ് ഉള്ളത്. പോലീസും അത്തരത്തിൽ FIR ഇട്ടപ്പോൾ ഉദാസീനമായി വണ്ടി ഓടിച്ചു. ഒപ്പം തന്നെ ഇവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകിയില്ല, വൈദ്യസഹായം ലഭ്യമാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് FIR-ൽ മണിയൻപിള്ള രാജുവിനെതിരെയും ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം പോലീസ് രാവിലെ മണിയൻപിള്ള രാജുവിനോട് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രകാരം അഭിഭാഷകനും സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് മണിയൻപിള്ള രാജു സ്റ്റേഷനിലേക്ക് എത്തിയത്. അതിനുശേഷം പ്രാഥമികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി മണിയൻപിള്ള രാജുവിനെ കൊണ്ടുപോയി. ആ വൈദ്യപരിശോധന പൂർത്തിയാക്കി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. വൈദ്യപരിശോധന ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം മദ്യപിച്ചാണോ വാഹനം ഓടിച്ചതെന്ന് സംബന്ധിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണമെങ്കിൽ അതിൽ വൈദ്യപരിശോധന പ്രധാനമാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കി മണിയൻപിള്ള രാജുവിനെ വീണ്ടും മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകിക്കൊണ്ട് വിട്ടയക്കുന്ന നിലപാടാണ് മ്യൂസിയം പോലീസ് സ്വീകരിച്ചത്. ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് വണ്ടി വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു സെക്കൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്പാഞ്ഞ് വന്ന ബൈക്ക് ഇതിനെ ഇടിച്ച് പൊളിച്ച് പോണ ദൃശ്യം നിങ്ങൾ കണ്ടിരിക്കും. പക്ഷേ അവർ പലയിടത്തും ഇൻ്റർവ്യൂവിന് കൊടുത്തത് ഞാൻ ബാക്കിൽ കൊണ്ട് ഇടിച്ചെന്നൊക്കെ സംഭവം അതൊന്നുമല്ല. ഞാൻ ആകെ ഇപ്പം ചിക്കൻ കുനിയെ വിളിച്ച് തളം നിൽക്കുന്നു. ഞാൻ കൈയും കാലും വിറച്ചു. എനിക്ക് ഭയം, ഒരുപാട് കാര്യങ്ങളുടെ ഭയമുള്ളതാണ്. പക്ഷേ അപ്പോഴത്തന്നെ ഞാൻ ക്ലബ്ബിലെ ആർക്കെങ്കിലും സന്തോഷം എന്നെ വിളിച്ചത് എൻ്റെ വണ്ടി തട്ടിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇറങ്ങാൻ പേടിയൊന്നും നിങ്ങളൊന്നും വേണം. അവർ ഓടി വന്ന് അപ്പോൾ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതേസമയം ഈ വിഷയത്തിൽ അപകടമുണ്ടായി ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ മണിയൻപിള്ള രാജുവിനെ ചോദ്യം ചെയ്യാനും മറ്റു മൊഴിയെടുക്കാനും എല്ലാം തന്നെ തയ്യാറായത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.